എനിക്ക് കാവറ ചെങ്കടൽ കടക്കുറ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ. സ്തുതിഗീതത്തിൽ ഭ്രമിച്ച് മുഖ്യമന്ത്രി. രാജാവ് നഗ്നനെന്ന് പറയാനുള്ള ആർജവമില്ലാത്ത ഒരു ജനതയുടെ സ്തുതിപാഠകത്വത്തിൽ ഭ്രമിച്ച് സ്വയം മറന്നുപോയ ഒരു ഭരണാധികാരിയുടെ അല്പത്തരത്തിന് കീഴിൽ ജനം നട്ടം തിരിയുന്ന കാഴ്ച വളരെ ദയനീയമാണ്. 100 പേരടങ്ങുന്ന ഒരു വലിയ സംഘം പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ച രാജാവിനെ പാടിപ്പുകഴ്ത്താൻ പോയത് ഗൗരവമുള്ള കാര്യമാണ്. 1000-ൽ പരം ജനം നിത്യേന ആവശ്യങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങുന്ന സെക്രട്ടേറിയറ്റിൽ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ ആവശ്യങ്ങളുടെ അപേക്ഷകൾ സമർപ്പിച്ച് നിരാശയോടെ മടങ്ങേണ്ട ഗതികേടിലാണ് പിണറായി കാലത്തെ പൊതുജനം. മുഖസ്തുതി പരസ്യാർത്ഥം സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സ്ഥാപിച്ച കട്ടൌട്ട് ഫ്ലക്സ് ബോർഡുകൾ പൊതുനിരത്തിൽ സ്ഥാപിച്ച സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയ്ക്കെതിരെ ഹൈക്കോടതി ഇടപെട്ടതാണ് ജനത്തിന് ഒരാശ്വാസം. മുഖസ്തുതി പാട്ടെഴുതിയ ഗാനരചയിതാവിന് അനധികൃത നിയമനം നടത്തിയതും വിവാദമാവുകയാണ്. 25-ാം തീയതി അപേക്ഷ നൽകി ഈ വ്യക്തിക്ക് എങ്ങനെ 24-ാം തീയതി, അതായത് അപേക്ഷ നൽകുന്നതിന് തലേന്ന് നിയമനം നടത്തി എന്നതും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇത്രയധികം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് പ്രവൃത്തി ദിവസത്തിൽ ഈ പെർമിഷൻ കൊടുത്തത് ആരാണ്? ഈ അനധികൃത നിയമനത്തിന് അംഗീകാരം കൊടുത്തത് ആരാണ്?